കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോകും. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു സെഷൻ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനത്തെ നമ്മുടെ ആ ഒരു സീരീസിന്റെ അല്ലെങ്കിൽ നമ്മുടെ മാത്സ് ആൻഡ് റീസണിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സെഷനാണ് ഇന്നത്തേത്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ സിസ്റ്റമാണ്. അപ്പൊ നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്പർ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമ്പർ സിസ്റ്റം എന്ന് മാത്രമല്ല, നമ്മുടെ മാത്സിന്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാത്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റുകൾ പ്രോപ്പറായിട്ട് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല മാത്സിന്റെ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് അത് കാണുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ഡൗട്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് എന്നാണ്. കാരണം ആ എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്ന ഒരു ചോദ്യം അവരിൽ നിന്ന് വരുന്നത് അവർക്ക് ആ മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ ആദ്യം ഓപ്പറേറ്റ് ചെയ്തു, ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. അപ്പം അത് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവിടുന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാത്തത്, അവർക്ക് ചെയ്തു പോകാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ബേസിക് ആയിട്ട് എവിടെ നിന്ന് തുടങ്ങണം, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാത്സിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരാണ്, അതായത് n ഇസ് എൻ ഈവൻ നമ്പർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് രണ്ട് രീതിയിൽ, ഇപ്പം മാത്സ് അറിയുന്ന ഒരാൾക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം n ഇസ് എൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറലി എന്തെടുക്കും, n എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പറിന് നമുക്ക് ഒന്നെങ്കിൽ n എന്ന് നൊട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 2m എന്ന് ഡിനോട്ട് ചെയ്യാം, കാരണം ദാറ്റ് റെപ്രസെന്റ്സ് എൻ ഈവൻ നമ്പർ. ഓക്കെ, ഇതിൽ ഏതെടുത്താലാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണം, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടുന്ന് അങ്ങോട്ടേക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബേസിക്സ് ആയിട്ട് ഓരോ നമ്പർ സിസ്റ്റത്തിന്റെയും അതിന്റെ നൊട്ടേഷൻസ് എങ്ങനെയാണ്, അതിന് ഒരു പ്രോബ്ലത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, അത് തമ്മിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സെഷനിൽ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റംസ്. ഓക്കെ, സോ അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്സ് ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതായിരിക്കും നമ്പർ ലൈൻസ്. കാരണം നമ്പർ ലൈൻസ് എന്തുകൊണ്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ നമ്മുടെ പ്രീവിയസ് ഇയർ KS-ന്റെ പ്രിലിംസ് മാത്സ് ആൻഡ് റീസണിങ്ങിന്റെ അനാലിസിസ് കണ്ടിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അപ്പം അതിൻ്റെ അകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന നമ്പർ ലൈൻസിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് വേണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ഓക്കെ, ഒരു നമ്പർ ലൈൻസ്, അതിൽ എങ്ങനെ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെയാണ് ഒരു ലൈന് ഫൈനലി റെപ്രസെന്റ് ആയിട്ട് വരുന്നത്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇൻഫർമേഷനും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതുപോലത്തെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി നമ്പർ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ, ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അതെങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പൊസിഷൻ റെപ്രസെന്റേഷൻ സിസ്റ്റം, എങ്ങനെയാണ് ഒരു നമ്പറിന് അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ പൊസിഷൻ റെപ്രസെന്റേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വരാം ഈ പറയുന്ന നമ്പർ സിസ്റ്റത്തിലേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്പറാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറയും. സോ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന നമ്പേഴ്സ് പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും നിങ്ങൾ പറയുന്നത്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക, ഏതൊക്കെ നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, 1, 2, 3 അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പറയാൻ പറ്റും. ചിലർ 0, ചിലർ -1 പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജനറലി എണ്ണുന്ന, അതായത് 1, 2, 3, 4 ഈ രീതിയിൽ നമ്മൾ എണ്ണുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തില്ല, 0 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. 1 മുതൽ 1, 2, 3, 4 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ നമ്മൾ എണ്ണുന്ന, അല്ലെങ്കിൽ ഇൻഫിനിറ്റി വരെ പോകുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന അപ് ടു ഇൻഫിനിറ്റ് വരെ പോകുന്ന ആ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു സീരീസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, നമ്മൾ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും. അതായത് ഈ പറയുന്ന ഓരോ ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വോൾ നമ്പർ പഠിക്കും, അത് കഴിഞ്ഞ് ഇന്റിജേഴ്സ് പഠിക്കും, അത് കഴിഞ്ഞിട്ട് റിയൽ നമ്പേഴ്സ് പഠിക്കും. ദെൻ ഫർദർ മോർ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഓരോന്നും ഓരോ സെറ്റുകളാണ്, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇതിലെ നാച്ചുറൽ നമ്പേഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതാണ് എന്തെന്ന് പറയുന്നത് വോൾ നമ്പർ. ഒരുപാടൊന്നും പറയണ്ട, അതിലേക്ക് സീറോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ വോൾ നമ്പറിന് കഴിഞ്ഞിട്ട് പിന്നീട് ഇന്റിജർ വരുന്നുണ്ട്. അതിനേക്കാളും കുറെ കൂടെ ഒരു വലിയ ലാർജർ സെറ്റാണ് റിയൽ നമ്പർ. അതിനേക്കാളും കുറെ കൂടെ വലിയ സെറ്റാണ് എന്തെന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ്. സോ ഇങ്ങനെ എന്തുണ്ട്, ഈ പറയുന്ന നമ്പേഴ്സ് തമ്മിൽ ഒരു റിലേഷൻസ് കൂടെ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ചെറുത് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. നമ്മൾ ഈ സെറ്റ്സിന്റെ ഈ ഒരു ഭാഗം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാക്കി ഡീറ്റെയിൽസ് പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്പർ സിസ്റ്റത്തിലേക്ക് തന്നെ വരാം. അപ്പൊ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് 1 2 3 4 5 ഇങ്ങനെ പോകുന്ന ആ ഒരു കണ്ടിന്യൂസ് സീരീസിനെ സ്റ്റാർട്ടിങ് ഫ്രം 1, അതിൽ 0 ഇല്ല എന്നും കൂടെ മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഇപ്പൊ നമുക്കറിയാലോ, നാച്ചുറൽ നമ്പേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ആദ്യം വരുന്നത് യൂണിറ്റി എന്ന് പറയും. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റി. ഓക്കെ, സോ ഇതിന് കാരണം എന്താണെന്നുള്ളത് മറ്റു 2 കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സോ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന സമയത്ത് ആദ്യം വരുന്നത് യൂണിറ്റി ആണ്. രണ്ടാമത് വരുന്നതാണ് പ്രൈം നമ്പേഴ്സ്. കാരണം നമ്മൾ ചോദ്യത്തിലൊക്കെ പറയുന്നുണ്ടായിരിക്കും n is a പ്രൈം നമ്പർ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രൈം നമ്പർ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പറിന്റെ ഡെഫിനിഷൻ ഇതാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആ പ്രൈം നമ്പറിന്റെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് യൂണിറ്റിയും ആ നമ്പർ തന്നെയായിരിക്കും. ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആവാൻ വേണം. ഞാൻ പറയാൻ കാരണം എന്താണ്, ഒന്ന് ഈ പറയുന്ന പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ആ നമ്പർ തന്നെയാണ്, രണ്ടാമത്തത് യൂണിറ്റി ആണ്. ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആവാൻ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 3 എടുക്കുകയാണ്. ഓക്കെ, 3 എടുക്കുന്നുണ്ട്. 3ന്റെ ഫാക്ടേഴ്സ് എന്താണ്, ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയാറ്, അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ 8 എന്ന് എടുത്തു, 8 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് എനിക്ക് കിട്ടിയില്ലേ. അപ്പം ഈ പറയുന്ന 4 എന്ന് പറയുന്നത് 8ന്റെ ഫാക്ടറാണ്. 4 മാത്രമല്ല, 2ഉം 8ന്റെ ഫാക്ടറാണ്. കാരണം എന്താണ്, 8 ഡിവൈഡഡ് ബൈ 2 2 is equal to that 8 divided by 2 is equal to 4, which means ഈ പറയുന്ന both 2 and 4 ഇത് രണ്ടും എന്താണ്, 8ന്റെ ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ 8നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ കൺസെപ്റ്റിലേക്ക് തന്നെ വരാം. 3 നമ്മളിപ്പോ 3 എടുത്തല്ലോ, 3നെ നമുക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതല്ലെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് രണ്ടും 2 ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ അല്ലേ. ഓക്കെ, വേറെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 കൊണ്ട് പറ്റും, ഇല്ല. അതിനുശേഷം വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ എന്താണ്, 3നെ കാട്ടി കൂടുതലാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പേഴ്സോട്ടും ഒന്ന് യൂണിറ്റി ആണ്, രണ്ടാമത്തത് അതേ നമ്പർ അതായത് 3 തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 3 എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു പ്രൈം നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ അടുത്തൊരു പ്രൈം നമ്പർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, അടുത്ത പ്രൈം നമ്പർ ഏതാണ്, 5. ഓക്കെ, സോ 5നെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വേറെ ഏതെങ്കിലും നമ്പേഴ്സിനെ കൊണ്ട് പറ്റുമോ? ഓക്കെ, സോ ഈ 2.5 ഒന്നും പറയരുത്, കാരണം ഇതെന്തല്ല, നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണ്. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള വേറെ ഏത് നമ്പർ കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക, 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 4 കൊണ്ടും പറ്റില്ല. അപ്പം 5ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 1ഉം 5ഉം, അതായത് യൂണിറ്റിയും ആ നമ്പറും മാത്രമാണ്. അപ്പം എന്താണ്, 5 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പം ഇങ്ങനെ യൂണിറ്റിയും ആ നമ്പറും മാത്രം അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇതുകൊണ്ട് മാത്രമേ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ എന്നാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ 1നെ യൂണിറ്റി ആക്കി അല്ലെങ്കിൽ പ്രൈം നമ്പറിൽ ഉൾപ്പെടുത്താത്തത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താണ്, 1നെ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1നെ യൂണിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതായത് 1. ദെൻ അതേ നമ്പർ എന്ന് പറയുന്ന സമയത്ത് അതും 1 തന്നെയല്ലേ. അപ്പൊ ഞാൻ ഒരു ഡെഫിനേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് യൂണിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, രണ്ടാമത്തത് അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആവുകയും വേണം. പക്ഷെ 1ന്റെ കേസിൽ എന്താണ്, രണ്ടും സിമിലർ തന്നെയാണ്. 1 എന്ന് പറയുന്നത് യൂണിറ്റി ആണ്, അതേപോലെ തന്നെ അതിന്റെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് അതും 1 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ 1നെ എന്ത് ചെയ്യാത്തത്, പ്രൈം നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്.
ഓക്കെ, അപ്പം എന്റെ ചോദ്യം ഇതാണ്, 2 ഒരു പ്രൈം നമ്പർ ആണോ? 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണോ? ഡെഫിനറ്റ്ലി 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. കാരണം 2ന് നമുക്ക് ഏതൊക്കെ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, രണ്ടാമത്തത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെ? യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ അതേ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതുകൊണ്ട് 2 എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കുക. ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ എന്താണ്? 2 മാത്രമാണ്. ഒരു ഈവൻ ആയിട്ടുള്ള, അതായത് ഒരു ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നതും 2 ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ നാച്ചുറൽ നമ്പറിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പം നാച്ചുറൽ നമ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഓൺലി ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അതാണ് കോമ്പോസിറ്റ് നാച്ചുറൽ നമ്പർ. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇറേസ് ചെയ്യട്ടെ. ഓക്കെ, ഇതുവരെയുള്ള കൺസെപ്റ്റിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് കമന്റ് ചെയ്യാം. ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത്. കാരണം മാത്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ ബാക്കി അടുത്ത കൺസെപ്റ്റും കൂടെ എഴുതണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ഇറേസ് ചെയ്യട്ടെ. ഓക്കെ, അടുത്ത നമ്മുടെ കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കോമ്പോസിറ്റ് നമ്പർ. ഇപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈം നമ്പർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? അതിനെ ഡിവൈഡ് ചെയ്യാൻ ഒരു യൂണിറ്റി, പിന്നെ അതേപോലെ തന്നെ ആ നമ്പറും, ഇത് രണ്ടും മാത്രമാണ് എന്തുള്ളത്? പ്രൈം നമ്പറിന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, എന്നാൽ ഈ പറയുന്ന 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. സോ കോമ്പോസിറ്റ് നമ്പറിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കോമ്പോസിറ്റ് നമ്പറിന് എന്തുണ്ടായിരിക്കും? 2ൽ കൂടുതൽ എന്തായിരിക്കും? മോർ ദാൻ 2 ഓർ മോർ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ വീണ്ടും ഞാൻ എടുക്കുകയാണ്. 8 എടുത്തു. 8ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഡെഫിനറ്റ്ലി യൂണിറ്റി ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ഒരു ഫാക്ടറാണ്, 4 ഒരു ഫാക്ടറാണ്, വീണ്ടും 8 എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. ഓക്കെ, സോ 8 ഒരു പ്രൈം നമ്പർ ആകുമായിരുന്നു. ഈ പറയുന്ന 1ഉം 8ഉം മാത്രമാണ് ഇതിന്റെ ഫാക്ടേഴ്സ് ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി 8 ഒരു പ്രൈം നമ്പർ ആകുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ഈ പറയുന്ന 2ഉം 4ഉം ഇതിന്റെ ഒരു ഫാക്ടറാണ്. അപ്പൊ നമുക്ക് എന്താണ്? അതിന്റെ കോമ്പോസിറ്റ്സ്, അതിന്റെ കമ്പോണൻസ് ആക്കിയിട്ട് 8നെ ഡിവൈഡ് ചെയ്യാം. അതായത് 2 into 4 ഇങ്ങനെ എന്ത് ചെയ്യാം? കമ്പോണൻസ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് 8നെ എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അതാണ് കോമ്പോസിറ്റ് കമ്പോണൻസ്. ഓക്കെ, 2 കമ്പോണൻസ് ആക്കിയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അതിന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും 8 തന്നെ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറ്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. സോ ഇവിടെ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നിങ്ങൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് മനസ്സിലാക്കുക അതിനെന്താണ് പറയുന്നത്? അതിന് യൂണിറ്റിയും ആ നമ്പറും കൂടാതെ വേറെ ഒരു ഫാക്ടറും കൂടെ അതിനുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്പേഴ്സ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഇനി പ്രൈം നമ്പർ എന്നാണ് പറയുന്നതെങ്കിൽ അതിന് ഒരു ഫാക്ടറും ഇല്ല എന്ന് മനസ്സിലാക്കുക. ആസ് സച്ച് ഒരു ഫാക്ടറും ഈ പറയുന്ന യൂണിറ്റിയും അതേ നമ്പറും അല്ലാതെ വേറെ ഒരു ഫാക്ടർ കൊണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു പ്രൈം നമ്പറിനെ നമുക്ക് ജനറലി എന്ത് ചെയ്യാം? n എന്ന് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ കോമ്പോസിറ്റ് നാച്ചുറൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അത് എങ്ങനെയെന്നത് നമുക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫ്ലോയിൽ അങ്ങനെ തന്നെ പോകാം. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ അതിന്റെ ഡിവിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓഡ് ആൻഡ് ഈവൻ ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ നമ്പറിൽ നമ്മൾ പിന്നീട് കാണുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ്? ഈവൻ നമ്പേഴ്സ്. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻസും കൂടെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഓഡ് ക്ലാസിഫിക്കേഷൻ, ഞാൻ ഇത് ഓരോന്നും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നൊട്ടേഷൻ, റെപ്രസെന്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ 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 സിഗ്നിഫിക്കന്റ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം ഒരു ഓഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഏതൊക്കെ വരുന്നുണ്ട്? 1, 3, 5, 7 ഇതൊക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഇനി ഈവൻ നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. 2, 4, 6, 8 ഇതൊക്കെ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് നൊട്ടേഷനിലൂടെ അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ചോദ്യത്തില്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യത്തിൽ ചോദിക്കുകയാണ് n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്, n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ആ നമ്പറിനെ നൊട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം? ഇതാണ് ചോദ്യം. അപ്പൊ ഒരു പ്രോബ്ലത്തിൽ ഇപ്പം ചോദിക്കുകയാണ് n is an ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ n is an ഈവൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈവൻ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും.
ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കാം. ഒരു ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പം സേ ഫോർ എക്സാമ്പിൾ ചോദ്യത്തിൽ പറയാണ് എക്സ് ഇസ് ആൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2n എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഈവൻ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട നൊട്ടേഷൻ 2n എന്നാണ്, അല്ലെങ്കിൽ 2x. എന്തായി കഴിഞ്ഞാലും അതൊരു 2ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാം. അപ്പം ഏത് ഈവൻ നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതേ ഒരു സാധനം, ഇതേ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സീക്വൻസ് ആൻഡ് സീരീസ് പഠിക്കുന്ന സമയത്ത് അവിടെ സമ്മേഷൻ റൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന 2 into n എന്ന കൺസെപ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓഡ് നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഓഡ് നമ്പർ ആകുന്ന സമയത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 2n plus 1. ഓക്കെ, അതായത് ഒരു ഈവൻ നമ്പറിനോട് ഒരു നമ്പറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഓരോ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ആദ്യം n is a നാച്ചുറൽ നമ്പർ എന്നൊരു കൺസെപ്റ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ നാച്ചുറൽ നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം n is a നാച്ചുറൽ നമ്പർ. അപ്പൊ n ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം ഞാൻ എന്ത് ചെയ്യണം, 2n ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ 2n plus 1 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 2n minus 1 എന്ന് എടുക്കാം. ഓക്കെ, രണ്ടായാലും ഇറ്റ്സ് ഓക്കെ, ഫൈൻ. സോ റെപ്രസെന്റേഷനിൽ നമ്മളിപ്പോൾ എടുക്കുന്നത് 2n minus 1 ആണ്. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്യണം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം n ഞാൻ ഫസ്റ്റ് 1 എന്ന് കൊടുത്തു. അപ്പൊ 1 കൊടുക്കുന്ന സമയത്ത് 2 minus 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഇനി ഞാൻ n ന് 2 കൊടുക്കാൻ പോകണം. അപ്പൊ എന്ത് കിട്ടും, 2 into 2 minus 1, 2 into 2 4, 4 minus 1 3. കണ്ടില്ലേ, 1 3. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, 2ന് പകരം അടുത്തത് 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 6 minus 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പം 1 3 5 ഇതുപോലെ ഓഡ് നമ്പേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നൊട്ടേഷനിലൂടെ കിട്ടും. അപ്പം ഓഡ് നമ്പറിനെയും ഈവൻ നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഈവൻ നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഈവൻ നമ്പർ എന്ന് പറയുന്നതിന് 2n എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓഡ് നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 2n minus 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ഈ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ നൊട്ടേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നാണ് വിചാരിക്കുന്നത്. കാരണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നാച്ചുറൽ നമ്പർ എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ഇതിന്റെ ഒരു ഉത്തരം എന്താണെന്നുള്ളത്? സം ഓഫ് ദി ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്താണെന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആണ്, കാരണം നമുക്ക് ഓരോ കൺസെപ്റ്റുകളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് വരണം. പിന്നെ നമ്മൾ എന്താ തറോ ആവുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്താണ്? എക്സാക്ട്ലി 15 ആണ്. സോ ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? വളരെ സിമ്പിൾ ആണ്. അതിന്റെ സീക്വൻസ് ആൻഡ് സീരീസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ സമ്മേഷൻ നമ്മൾ പഠിക്കും. ബട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നാച്ചുറൽ നമ്പേഴ്സിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെയാണ് വരുന്നത്? 1 2 3 4 5 ഇത്രയാണ് വരുന്നത് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇതിന്റെ സമ്മേഷനിൽ നമ്മൾ പഠിക്കാറുണ്ട്. ഈ പറയുന്ന ഗ്രൂപ്പിംഗ് ചെയ്താൽ മതി. 1 plus 5 2 plus 4 then 3. ദാറ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മിഡിൽ വരുന്ന നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സമ്മേഷൻ വരും. ഇത് നമുക്ക് പഠിക്കും. ബട്ട് എനിവേ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ നമ്പറിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ് വർക്ക് ശ്രുതി. അപ്പം നമ്മുടെ അടുത്ത കൺസെപ്റ്റ്, ഓക്കെ, അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സ്മാളസ്റ്റ് 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ഏതാണ്? ഓക്കെ, സ്മാളസ്റ്റ് 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ഏതാണ്? ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ഏതാണ്? എക്സാക്ട്ലി 10 ആണ്. ഓക്കെ, 11 ഒന്നും പറയരുത്. 10നെയാണ് നമ്മൾ എന്താ പറയുക, സ്മാളസ്റ്റ് 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ. കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, ഇതൊക്കെ സിമ്പിൾ അല്ലേ ചോദിക്കും. പക്ഷേ നിങ്ങൾക്കറിയാം, ആ ഒരു എക്സാമിലെ എൻവിറോൺമെന്റിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ മിസ്സാക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് മാറിപ്പോകും. സ്മാളസ്റ്റിന് പകരം ലാർജ് എടുക്കും, 10ന് പകരം നമ്മൾ 11 എടുക്കും, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, ദെൻ ലാർജസ്റ്റ് 2 ഡിജിറ്റ് പ്രൈം നാച്ചുറൽ നമ്പർ ഏതാണ്? ലാർജസ്റ്റ് 2 ഡിജിറ്റ് പ്രൈം നാച്ചുറൽ നമ്പർ ഏതാണ്? ഓക്കെ, സോ ഒരു ചോദ്യത്തിൽ സിമ്പിൾ ആയിട്ട് പറയാം, എക്സ് ഇസ് എ ലാർജസ്റ്റ് 2 ഡിജിറ്റ് പ്രൈം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തണം. അപ്പം ആ ഒരു നമ്പർ ഏതാ എന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ലാർജസ്റ്റ് 2 ഡിജിറ്റ് പ്രൈം നാച്ചുറൽ നമ്പർ ഏതാണ്?
ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈം എടുക്കാം, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റും ഏതാണ് ലാർജസ്റ്റ് 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. എക്സാക്ട്ലി 99 ആണ്. സോ നമ്മൾ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 99 ആണ്. 99 ആണ് ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. സോ ഡെഫിനറ്റ്ലി നമുക്കറിയാം 9 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്, പ്രൈം നമ്പർ അല്ല. ദെൻ 98ലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ഈവൻ നമ്പർ ആണ്. സോ ഡെഫിനറ്റ്ലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ വരുന്ന സമയത്ത് നമുക്ക് വരുന്നത് 97. ഇതായിരിക്കണം ലാർജസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള 2 ഡിജിറ്റ് പ്രൈം നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ക്ലിയർ ആണ്. ഓക്കെ, സോ എങ്ങനെ 2-3 ടേംസ് വരുന്ന സമയത്ത് അത് വെച്ചിട്ട് നമുക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് എത്താം എന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നാണ് കരുതുന്നത്. ദെൻ സ്മാളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ. ഓക്കെ, സ്മാളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ തന്നെയാണ്, ബട്ട് ഇത് ഓൺലി ഈവൻ പ്രൈം നമ്പർ ആണ്. അപ്പം സ്മാളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ എന്തായിരിക്കും നമ്മുടെ മാത്സിന്റെ പ്രോബ്ലംസിൽ എന്തായിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഇപ്പൊ ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ ആ ഒരു കൺസെപ്റ്റ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രൈം നമ്പേഴ്സ് എന്താണ്, എത്ര ഡിജിറ്റ് ഉണ്ട്, എന്തൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, ഈവൻ നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഓക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അടുത്ത കൺസെപ്റ്റ് വൂൾ നമ്പർ. ഓക്കെ, ഇപ്പൊ ഒരു ചോദ്യത്തിൽ വൂൾ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൂൾ നമ്പേഴ്സിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ വൂൾ നമ്പേഴ്സിൽ വരുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ 0 കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരിക? 0, 1, 2, 3 ഇങ്ങനെ പോകുന്ന ഈ ഒരു സീരീസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൂൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ജസ്റ്റ് ഒരു 0 കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു നമ്പർ ലൈൻ വരച്ചിട്ടായിരിക്കും ജനറലി നമ്മൾ എന്ത് ചെയ്യാറ്, നമ്പേഴ്സിനെ നൊട്ടേറ്റ് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഇപ്പം ഫസ്റ്റ് ഡിവിഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അതെന്തായി, നാച്ചുറൽ നമ്പറായി. ഈ ഒരു 0യും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൂൾ നമ്പറായി. ഇനി ഇൻഡിജേഴ്സിലേക്ക് വരുന്ന സമയത്ത് അതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടായിരിക്കും, 0യും ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് പറഞ്ഞത്, പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ പ്ലസ് 0യും ഉണ്ടായിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും, ഈ പറയുന്ന പോലെ -6, -5, -4, -3, -2, -1, 0, 1, 2, 3. സോ ഈ പറയുന്ന നമ്പർ ലൈനിന്റെ 0യുടെ ലെഫ്റ്റിലും റൈറ്റിലും നിൽക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്, വളരെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഇൻഡിജേഴ്സിൽ വരുന്ന ഓപ്പറേഷൻസ് നാച്ചുറൽ നമ്പേഴ്സിലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ നിന്ന് എന്താണ്, വ്യത്യസ്തമാണ്. ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്, കാരണം ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്കറിയാം ഒരു നമ്പേഴ്സിനെ, 2 നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാന്ന് വിചാരിക്കുക. നാച്ചുറൽ നമ്പേഴ്സിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ 2 + 2 = 4 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. എന്നാൽ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്ന സമയത്ത് 2 + -2 എന്ന് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിജേഴ്സിൽ വരുന്ന സമയത്ത് അത് 0 ആണ് വരുന്നത്. അപ്പം ഈ പറയുന്ന ഒരു നെഗറ്റീവ് സൈനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ ടു കൺസിഡറേഷൻ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു നമ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡിജേഴ്സിലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അഡീഷനും സബ്സ്ട്രാക്ഷനും അത്ര ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് വരണം എന്നില്ല. ബട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കുറെ കൂടെ എന്തായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇതിലും സബ്സ്ട്രാക്ഷൻ ഒരു പ്രശ്നമാണ്. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, 2 - -2 ഇതിന്റെ ആൻസർ എന്തായിരിക്കും, 2 - -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും, ജസ്റ്റ് ഒന്ന് പറയാമോ, നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പ്രോപ്പർ ആയിട്ട് അറിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. എക്സാക്ട്ലി 4 ആണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് രണ്ട് മൈനസ് ഓപ്പറേഷൻസ് ഒരുമിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ മൈനസും മൈനസും കൂടെ എന്താവും, പ്ലസ് ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. അതായത് 2 - -2 ആണെങ്കിൽ അത് എന്തായിരിക്കും, 4 ആയിരിക്കും. 3 - -3 എന്തായിരിക്കും, 6 ആയിരിക്കും. അതേപോലെ തന്നെ 6 - -6 എന്തായിരിക്കും, 12 ആയിരിക്കും. സോ ഇങ്ങനത്തെ 2 മൈനസുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ പ്ലസ് ആയിട്ട് എടുക്കണം. അതിന് കാരണം എന്താണ്, ഈ പറയുന്ന 6ൽ നിന്ന് ഓക്കെ നമ്മൾ ഈ നമ്പർ ലൈനിലേക്ക് നോക്കുകയാണ്. ഇതാണ് 6. 6ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6 ആണ്.
ഓക്കെ, അതിൽ നിന്ന് -6 എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 6ൽ നിന്ന് -6ലേക്കുള്ള ദൂരം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇതും 6 തന്നെയാണ്. ഓക്കെ, സോ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആക്ച്വലി ഉള്ള ദൂരം, ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, സോ നമ്മൾ ഒരു നമ്പർ ലൈനിലേക്ക് എടുക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കുക, ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള അകലമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ മോഡ് എന്നെടുക്കും. അതായത് A-B എന്നെടുക്കും. രണ്ട് നമ്പേഴ്സിന്റെ മോഡ് എടുക്കും. മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൈനൽ ആയിട്ടുള്ള ആൻസറിൽ പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഈ 6ന്റെയും കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ -6 മൈനസ്, അതായത് -6ൽ നിന്ന് 6ലേക്കുള്ള ദൂരമാണ് എനിക്ക് കിട്ടേണ്ടത്. -6ൽ നിന്ന് 6ലേക്ക് എത്ര ദൂരം ഉണ്ട് എന്നുള്ളതാണ് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആദ്യത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ ഞാൻ മൈനസ് ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടും, അത് തമ്മിലുള്ള ദൂരം കിട്ടും. അങ്ങനെയാണല്ലോ. അതായത് ഇപ്പം ഒരു വലിയ നല്ല ഹൈറ്റ് ഉള്ള ഒന്നുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ കൂടെ അത്ര ഹൈറ്റ് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഹൈറ്റ് കൂടിയതിൽ നിന്ന് ഹൈറ്റ് കുറഞ്ഞതിന്റെ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ഹൈറ്റ് ഡിഫറൻസ് കിട്ടും. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, -6 മൈനസ് വീണ്ടും 6 കൊടുക്കും. ഓക്കെ, അതായത് -6ൽ നിന്ന് എന്ത് ചെയ്യും, 6 മൈനസ് ചെയ്യും, എന്നിട്ട് അതിന്റെ മോഡ് എടുക്കും. അപ്പൊ എന്ത് കിട്ടും, -6 ദാറ്റ് ഇസ് ഈക്വൽ ടു -12. ഇതിന്റെ മോഡ് എടുക്കുന്ന സമയത്ത് 12. സോ ഡിസ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് അവിടെ സൈൻ ഇമ്പോർട്ടന്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സൈൻ എന്ത് ചെയ്യണ്ട, നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ലൈൻസിന്റെ പ്രോബ്ലംസിലേക്കൊക്കെ വരുന്ന സമയത്ത് കഴിഞ്ഞ KS-ന്റെ പ്രിലിംസ് എക്സാമിനേഷന്റെ സ്ട്രെയിറ്റ് ലൈൻസിലെ ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് നമ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ അടുത്തത് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് വരുന്ന സമയത്ത് ഇതിൽ ഓൾ നമ്പേഴ്സ് വരും. അതായത് റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എൻറ്റയർ നമ്പർ ലൈനിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സെറ്റ് അല്ലെങ്കിൽ നമ്പേഴ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് ആയിട്ട് എന്തെന്ന് പറയുന്നത്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡിജേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിയൽ നമ്പേഴ്സിലേക്ക് ഈ നമ്പേഴ്സ് ലൈനിൽ എന്ത് മാറ്റമാണ് വരുന്നത്? കാരണം ഫോർ എക്സാമ്പിൾ റിയൽ നമ്പറിൽ 2.5 ഇല്ല, എന്നാൽ റിയൽ നമ്പറിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇൻഡിജറിൽ എന്തില്ല, 2.5 ഇല്ല. ഓക്കെ, സോ നമ്മൾ ഈ പറയുന്ന ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ കേസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ പറയുന്ന റിയൽ നമ്പേഴ്സ് ഇൻഡിജേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആകുന്നത്. ഓക്കെ, സോ അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന 2.5. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണ് അവിടെ വരുന്നത്. നമ്മുടെ റിയൽ നമ്പേഴ്സിൽ ഇൻഡിജേഴ്സിൽ വരുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണ്. എന്നാൽ റിയൽ നമ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് റിയൽ നമ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് എന്തും കൂടെ ഇൻക്ലൂഡഡ് ആണ്, ഈ പറയുന്ന പോലെ റാഷണൽ നമ്പേഴ്സ്, ഓക്കെ, അതേപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സ്, ഇതെല്ലാം എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. അപ്പം എന്തായിരിക്കും, ഈ പറയുന്ന 2.5 ഉണ്ടായിരിക്കും, ഓക്കെ, 1.5 ഉണ്ടായിരിക്കും, 0.5 ഉണ്ടായിരിക്കും, 0.0009, ഇതൊക്കെ എന്താണ്, റിയൽ നമ്പേഴ്സിന്റെ ഭാഗമാണ്. എന്നാൽ ഈ പറയുന്ന നമ്പേഴ്സ് ഒന്നും എന്തിന്റെ ഭാഗമല്ല, ഇൻഡിജേഴ്സിന്റെ ഭാഗമല്ല. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു എൻറ്റയർ നമ്പർ ലൈനിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, റിയൽ നമ്പേഴ്സ്. അപ്പൊ ഇത് മാത്രമാണ് വരുന്നത്. അപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ √3, ഓക്കെ, √2, ഇതുപോലത്തെ ഓരോ നമ്പേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഒക്കെ ഫ്രാക്ഷൻസ് എന്ത് ചെയ്യും, അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ പൈ, ഓക്കെ, പൈ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ, ഇതെന്തായിരിക്കും, അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ അങ്ങനത്തെ എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും, ഈ പറയുന്ന റിയൽ നമ്പേഴ്സിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ലൈനിൽ ആ ഒരു നമ്പർ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ ആണ്. കാരണം നമുക്ക് ആക്സസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പറയാൻ പറ്റിക്കോണം എന്നില്ല. ബട്ട് എനിവേ ഈ പറയുന്ന എല്ലാ നമ്പേഴ്സും ഈ റിയൽ നമ്പേഴ്സിന്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് വേണ്ടത്, അപ് ടു എ KS അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസിന്റെ UPSC എക്സാമിനേഷൻ, UPSC-യുടെ CSAT പേപ്പറിന് വരെ വേണ്ടത് ഇത്രയൊരു കൺസെപ്റ്റ് ആണ്. ഇതിന് മുകളിലേക്കാണ് പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ വരുന്നത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. റിയൽ നമ്പേഴ്സ് വരെ വരുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഏതൊക്കെ നമ്പേഴ്സ് വരും, അതിന്റെ നൊട്ടേഷൻസ്, കാര്യങ്ങൾ, അത് മാത്രം എന്ത് ചെയ്യാം, തറവായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ റിയൽ നമ്പേഴ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റിയൽ നമ്പേഴ്സിനെ നൊട്ടേഷൻസിലേക്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ഒരു നമ്പർ ലൈൻ എടുക്കുകയാണ്. ഓക്കെ, ഒരു നമ്പർ ലൈൻ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഞാൻ ഓഡിയോ ക്ലിയർ അല്ലേ?
ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഓഡിയോ ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ? ഈ ഓഡിയോ ക്ലിയർ ആണോ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ, വിസിബിൾ ആണോ എന്നുള്ളത്? ഓക്കെ, ഗുഡ് ഗുഡ്, കേൾക്കാൻ പറ്റുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഒരു നമ്പർ ലൈനിൽ നമുക്ക് എങ്ങനെ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു എൻറ്റയർ നമ്പർ ലൈന് റിയൽ നമ്പർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ഓരോ നമ്പേഴ്സിനെയും ഒരു ഡിസ്റ്റന്റ്, അതായത് ഈക്വൽ ഡിവിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്തിട്ടായിരിക്കണം നമ്പേഴ്സിനെ കൊടുക്കേണ്ടത്. അതായത് ഒരു നമ്പർ ലൈൻ, ഒരു ലൈൻ നമ്മൾ വരച്ചിട്ട് അതിനെ നമ്പർ ലൈൻ ആക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 0യും 1ഉം തമ്മിൽ എന്തായിരിക്കണം, ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം 1ഉം 2ഉം തമ്മിൽ, അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം 2ഉം 3ഉം തമ്മിൽ. ഇതേപോലെ ഒരു ലൈനിൽ നമ്മൾ വരച്ചിട്ട് ഇങ്ങനെ നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, നൊട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് വൺ വേ ഓഫ് റെപ്രസെന്റേഷൻ. ഒരു റിയൽ പ്ലെയിനിൽ, സോറി, ഒരു ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ അകത്ത് ഫോർ എക്സാമ്പിൾ 3.5 എവിടെ ആയിരിക്കും വരുന്നത്, ഈ പറയുന്ന 3ന്റെയും 4ന്റെ ഇടയ്ക്ക് അറൌണ്ട് ഇവിടെ എന്തായിരിക്കും, 3.5 വരും. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ നമ്പേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്താവുള്ളൂ, അത് ഐഡന്റിഫൈബിൾ ആയിട്ട് അങ്ങനെ ഒരു നമ്പർ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, ആ നമ്പറിനെ കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് ആ ഒരു നമ്പറിനെ ഒരു ലൈനിൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, അതിനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, ഒരു നമ്പർ സിസ്റ്റത്തിന് നമുക്കൊരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമുക്കൊരു നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, സോ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ബേസിക്കലി ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്, രണ്ട് ലൈൻസ് പരസ്പരം ക്രോസ് ചെയ്യാണ്. ഈ പറയുന്ന എക്സ് ആൻഡ് വൈ ആക്സിസ് എന്ന് പറയുന്ന രണ്ട് ലൈൻസ് തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്യുന്നതാണ്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ പ്ലെയിൻ, എക്സ് ആൻഡ് വൈ രണ്ട് ആക്സിസ് ഉണ്ടായിരിക്കും. അപ്പം ഈ രണ്ട് ലൈൻസ് പരസ്പരം ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ക്രിയേറ്റ്, അതെന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു പ്ലെയിൻ അവിടെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാർട്ടീഷ്യൻ പ്ലെയിനില് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എൻറ്റയർ പ്ലെയിനിൽ നമ്മൾ ഒരു നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എക്സ് ആക്സിസിലുള്ള നമ്പേഴ്സിനെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, എന്നിട്ട് വൈ ആക്സിസിലുള്ളതിനെ കൊടുക്കും. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സ് ആക്സിസിൽ 7 വേണം, വൈ ആക്സിസിൽ 2 വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, ഒരു ബ്രാക്കറ്റിൽ 7 2 ഈ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 7 2 ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ഒരു നമ്പർ സിസ്റ്റത്തിൽ 7 2, അതായത് എക്സ് ആക്സിസിൽ നമുക്ക് ഒരു 7 വേണം, വൈ ആക്സിസിൽ 2 വേണം. അപ്പൊ ഇത് ഈ ഒരു പ്ലെയിനിൽ ഈ നമ്പർ എവിടെ ആയിരിക്കും നിൽക്കുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് ഇവിടെ ആയിരിക്കും എന്ത് വരുന്നത്, ഈ നമ്പർ വരുന്നത് അല്ലെ. ആദ്യം എക്സ് ആക്സിസിൽ നിന്ന് എന്ത് ചെയ്യണം, 7, എക്സ് ആക്സിസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 7 ആണ്. ദെൻ വൈ ആക്സിസിൽ 2 വരണം, അപ്പൊ 7 2 ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് 5 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 5 എന്ന് പറയുന്ന സമയത്ത് എക്സിലേക്കുള്ള ദൂരം, അതായത് ഈ എക്സ് ആക്സിസിൽ എത്ര ദൂരത്തിലാണ് ഈ 5 അത്. ദെൻ വൈ ആക്സിസിൽ 2, അപ്പം വൈ ആക്സിസിലേക്കുള്ള ഈ ഒരു ഹൈറ്റ് 2. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 0 0 ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇന്റിജേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 4.5, അതായത് -4.5 -4.5 ഈ നമ്പേഴ്സ് വരുന്നത്, അത് നമ്മൾ എവിടെ ഡിനോട്ട് ചെയ്യും, ഇവിടെയാണ്. കാരണം ഇവിടെ എന്താണ്, -4 -5 വരുന്നുണ്ട്, അത് ഇവിടെയാണ് വരുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വൈ ആക്സിസിലെ -4 -5 ഇവിടെയാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലെ. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. -4.5 -4.5 ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന തേർഡ് ക്വാഡ്രന്റിലാണെന്ന് പറയും. ഓക്കെ, സോ ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ നിങ്ങൾക്കറിയാം ഇത് 4 ഭാഗമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നിനും നമ്മൾ ഓരോ ക്വാഡ്രന്റ് എന്ന് പറയും. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്തായിരിക്കും, എക്സും വൈയും എന്താണ്, പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ
എക്സിന്റെ നമ്പേഴ്സും വൈയുടെ നമ്പേഴ്സും പോസിറ്റീവ് ആണ് അല്ലെ? ഇവിടെ കണ്ടില്ല, വൈ ഒക്കെ എന്താണ് 1 2 3 4 5 6 എല്ലാം പോസിറ്റീവ് ആണ്. എക്സിലേക്ക് നോക്കുന്ന സമയത്ത് അത് എന്താണ്? പോസിറ്റീവ് ആണ്. 1 2 3 4 5 അങ്ങനെ എന്താണ്? എക്സും പോസിറ്റീവ് തന്നെയാണ്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് വൈ എന്താണ്? പോസിറ്റീവ് ആണ്. വൈ പോസിറ്റീവ് ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. പക്ഷെ എക്സ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു നമ്പർ തരികയാണ് -2 3. ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാം സെക്കൻഡ് ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ ഈ ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിലെ രണ്ടാമത്തെ ഭാഗത്താണ് ഈ നമ്പർ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാം. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ കുറച്ചുകൂടി ഒരു മാത്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്കറിയാം. കുറെ കൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഈ സൈന് കോസ് ഇതിന്റെ ഒക്കെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ എവിടെയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ആ പറയുന്ന സമയത്തും നമ്മൾ പറയാറുണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താ പറയാ, ഈ പറയുന്ന കോസ്, തേർഡില് ടാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ പറയുന്നതിന് കാരണം എന്താണ്? ഈ പറയുന്ന കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഈ രണ്ട് നമ്പേഴ്സ്, അതായത് കാർട്ടീഷ്യൻ പ്ലെയിനിൽ എക്സും വൈയും എങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആകുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഈ ഒരു സാധനം പറയാറുള്ളത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറയാറ്, അതായത് ഇപ്പൊ ട്രിഗ്നോമെട്രിയിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എല്ലാം പോസിറ്റീവ് ആണ്. ദെൻ ഇവിടെ വരുന്ന സമയത്ത് സൈൻ, ഇവിടെ വരുന്ന സമയത്ത് ടാൻ, ഇവിടെ വരുന്ന സമയത്ത് കോസ്. ഈ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, എല്ലാം പോസിറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? എല്ലാം, അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ സൈൻ തീറ്റ മാത്രമായിരിക്കും പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് ടാൻ തീറ്റ മാത്രമായിരിക്കും പോസിറ്റീവ്. ഫോർത്തിലേക്ക് വരുന്ന സമയത്ത് കോസ് തീറ്റ മാത്രമായിരിക്കും പോസിറ്റീവ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിനും കാരണം ബേസിക്സ് ഈ പറയുന്ന ക്വാഡ്രാറ്റിക് സിസ്റ്റത്തിലെ നമ്പേഴ്സ് എങ്ങനെ നിൽക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. സിമ്പിൾ കൺസെപ്റ്റ് ആണ് അത്. ഓക്കെ, അപ്പൊ അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ എത്തുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യത്തേതിൽ വരുന്ന സമയത്ത് എക്സും വൈയും പോസിറ്റീവ് ആണ്. രണ്ടാമത്തേതിലേക്ക് വരുന്ന സമയത്ത് എക്സ് നെഗറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് -2 3, അതുപോലെ തന്നെ -3 1, -6 1. ഇതൊക്കെ എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന നമ്പേഴ്സ് ആണ്. ഇനി തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് എക്സും വൈയും നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. രണ്ട് നമ്പേഴ്സ് എന്താണ്? നെഗറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ -4 -4 ഇത് എവിടെയായിരിക്കും? തേർഡ് ക്വാഡ്രന്റിലായിരിക്കും. ദെൻ -6 ഇത് എവിടെയായിരിക്കും? തേർഡ് ക്വാഡ്രന്റിലായിരിക്കും. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ KS പ്രിലിംസ് എക്സാമിനേഷനിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് ചോദിച്ചിട്ടുള്ള പ്രിലിംസ് എക്സാമിനേഷനിൽ ഈ ചോദ്യം നിങ്ങൾക്ക് ആസ് സച്ച് കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിനകത്ത് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് -101 -201 എന്നുള്ളതാണ്. അതായത് -1 -2 നിന്നുള്ള ദൂരം എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ രീതിയിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇത് ഓരോന്നും ഏത് ക്വാഡ്രന്റിലാണ്, അവിടുന്ന് എത്ര ദൂരമുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ അങ്ങനത്തെ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷേ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇത് തറവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇതിൽ കൂടുതൽ എത്രത്തോളം ഇതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല. ദിസ് ഇസ് സോ 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 ഇമ്പോർട്ടൻറ്റ്. ഓരോ ക്വാഡ്രന്റിലും എങ്ങനെ നമ്പേഴ്സ് വരുന്നു, അവിടെ എക്സ് ആണോ വൈ ആണോ പോസിറ്റീവ്, തറവായിട്ട് മനസ്സിലാക്കണം. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആദ്യം എടുക്കേണ്ടത് എക്സ് ആണ്, പിന്നെ എടുക്കേണ്ടത് വൈ ആണ്. ഇത് രണ്ടും കൂടെ പ്ലേസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ഈ ഒരു കോമ്പിനേഷന്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നത്. ഇത് മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് തറവായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ നിങ്ങൾ തന്നെ 1-2 എക്സാമ്പിൾസ് എടുത്തിട്ട് ഓരോ നമ്പേഴ്സ് എവിടെ വരുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുക. ഓക്കെ, ദെൻ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും? എക്സ് പോസിറ്റീവ് ആണ്, വൈ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിന് എക്സാമ്പിൾ എന്താണ്? അപ്പൊ ഫോർ എക്സാമ്പിൾ 6 -5 ഇതെന്തായിരിക്കും? ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാക്കുക. അതായത് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്പേഴ്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ തന്നെ ഓരോ നമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏത് ക്വാഡ്രന്റിലാണെന്നുള്ളത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ബേസിക് ആയിട്ട് വേണ്ടത്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ കൺസെപ്റ്റ് ആവശ്യമുണ്ട്. ഓക്കെ, ഇതിനെയാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു പ്ലെയിനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഒരു എൻറ്റയർ പ്ലെയിനിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ ഒരു ലൈനിൽ റെപ്രസെന്റ് ചെയ്ത സമയത്ത് 1 2 ഇങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്തത്. പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? രണ്ട് കോർഡിനേറ്റ്സ് വന്നു. ഓക്കെ, ഇനി നമ്മൾ സ്പേസിലേക്ക് വരുന്ന സമയത്ത് മൂന്നാമത്തെ ഒരു കോർഡിനേറ്റും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഏതൊക്കെ വരുന്നുണ്ട്? എക്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം, വൈ ഇവിടെ കാണുന്നുണ്ട്, ദെൻ പിന്നെന്തുണ്ട്? സെറ്റ് ഉണ്ട്. അപ്പൊ പുതിയതായിട്ട് ഒരു കോർഡിനേറ്റും കൂടെ വരികയാണ്. സ്പേസിൽ നമുക്ക് നമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ എക്സ് വൈ സെറ്റ് ഇങ്ങനെ 3 കോർഡിനേറ്റ്സ് വരുന്ന സമയത്താണ്
നമുക്ക് സ്പേസിൽ ഒരു നമ്പറിന് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഒരു നമ്പർ ലൈൻ ആവുന്ന സമയത്ത് 1, 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു പ്ലെയിൻ ആവുന്ന സമയത്ത് XY 2 കോർഡിനേറ്റ്സിന്റെ ആവശ്യമുണ്ട് ഒരു പോയിന്റിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്പേസിലേക്ക് എത്തുന്ന സമയത്ത് 3 കോർഡിനേറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. X വേണം, Y വേണം, Z വേണം. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു നമ്പറിനെ കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, എക്സ് എത്ര ദൂരം എന്ന് നോക്കും. എക്സ് ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അത് ആദ്യം മാർക്ക് ചെയ്യും. ദെൻ വൈ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് നോക്കും. വൈ ഇത്രയും ഡിസ്റ്റൻസ് വരണം. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലെയിനിൽ. ഓക്കെ, ഇനി ഇവിടുന്ന് Z ആക്സിസിലേക്കുള്ള ഹൈറ്റ് നോക്കും. ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ആ പോയിന്റിനെ കൂടെ മാർക്ക് ചെയ്യും. ഓക്കെ, ആദ്യം എക്സ് ആക്സിസ് എന്നുള്ള ദൂരം എടുക്കും. എന്നിട്ട് അതിനെ Y ആക്സിസിലേക്ക് നമ്മൾ നീക്കും. ഓക്കെ, Y ആക്സിസിലേക്ക് നമ്മൾ നീക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് പിന്നെ Z ആക്സിസിലേക്കുള്ള ഹൈറ്റും കൂടെ എടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും തമ്മിലുള്ള ആ ഒരു ദൂരം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്ലെയിനില് ഒരു സ്പേസിൽ നമ്മൾ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഒരു നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ ഡെസിമൽ സിസ്റ്റം, നമ്മൾ ജനറലി ഇപ്പൊ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നതാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്ര നമ്പേഴ്സ് ഉള്ളത്, ബേസിക്കലി നമുക്ക് എത്ര നമ്പേഴ്സ് ഉള്ളത്, അതായത് 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ഇത്രയും നമ്പേഴ്സ് മാത്രമേ നമുക്കുള്ളൂ. അതായത് ടോട്ടൽ 10 നമ്പേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് 0, 10 നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി എല്ലാ നമ്പേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? 10 എന്ന് പറയുന്നത് 1ന്റെയും 0യുടെയും കോമ്പിനേഷൻ ആണ്. 19 എന്ന് പറയുന്നത് 1ന്റെയും 9ന്റെയും കോമ്പിനേഷൻ ആണ്. 100 എന്ന് പറയുന്നത് 1ന്റെയും 0യുടെയും കോമ്പിനേഷൻ ആണ്. 999 എന്ന് പറയുന്നത് 3 9ന്റെ കോമ്പിനേഷൻ ആണ്. സോ ബേസിക്കലി ഈ പറയുന്ന 10 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ നമ്പേഴ്സും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 10 ഡിജിറ്റ്, 10 ഡെസിമൽസ്. ഓക്കെ, ഡെസിമൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത് 10 ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിനാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതല്ലാതെ വേറെയും ഒരുപാട് ഡെസിമൽ സിസ്റ്റംസ് വരുന്നുണ്ട്. ഡെസിമൽ അല്ല, വേറെ ഒരുപാട് നമ്പർ സിസ്റ്റംസ് വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ബൈനറി സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, ബൈനറി സിസ്റ്റത്തിൽ ഏതൊക്കെയാണ് വരുന്നത്, ബൈനറി 2 നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, 0 and 1. നമുക്കറിയാം ഈ ആദ്യകാലങ്ങളിലൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, എസ്പെഷ്യലി ലൈക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ ഈ ബൈനറി കോഡിങ്ങിലൂടെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതായത് ബേസിക്കലി ഓൺ ആൻഡ് ഓഫ്, നമ്മൾ ഗേറ്റ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ 0 1 ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. സോ ഈ പറയുന്ന ബൈനറി സിസ്റ്റം ഉണ്ട്. അതുപോലെ ഹെക്സാഡെസിമൽ ഉണ്ട്. അതിലെന്തായിരിക്കും, നമുക്ക് അതിന്റെ കൂടെ തന്നെ നമ്പേഴ്സും കൂടെ വരും. ഈ പറയുന്ന ഡിജിറ്റ്സിന്റെ കൂടെ അതിന്റെ കൂടെ ആൽഫബറ്റിക്കിന്റെ അതും കൂടെ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യും. സോ ആദ്യം ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും, അതിനെ കൂടെ എന്ത് ചെയ്യും, ഈ പറയുന്ന ആൽഫബറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഹെക്സാഡെസിമൽ സിസ്റ്റം ഒക്കെ നമുക്കുണ്ട്. ബട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കുക ഡെസിമൽ സിസ്റ്റം ആണ് വരുന്നത്. ഇനി ഈ ഡെസിമൽ സിസ്റ്റത്തില് ഓരോ നമ്പേഴ്സിന്റെയും പൊസിഷൻ ഉണ്ട്, പൊസിഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പം എങ്ങനെയാണ് നമ്മൾ ഓരോ നമ്പേഴ്സിന്റെയും പൊസിഷൻ കൊടുക്കുക, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈവൻ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിന്റെ ആപ്ലിക്കേഷൻ അത്രയും എന്താ പറയാ, ചില സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ഐ മീൻ ഈ പ്രോബ്ലം ഒക്കെ എങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കും. ബട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ബാക്കി പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ടഫ് ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഡെസിമൽ സിസ്റ്റത്തിലേക്ക് വരാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എനിക്ക് 972 ഈ നമ്പറിനെ ഒരു ഡെസിമൽ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പ്യൂർ മലയാളത്തിലേക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യും, നമ്മൾ ഒന്നാമത്തെ സംഖ്യ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയുടെ സ്ഥാനം എന്ന് പറയും. ഇത് 10ന്റെ സ്ഥാനമാണ്, ഇത് 100ന്റെ സ്ഥാനമാണ്, അല്ലെ? 1 10 100 100 എന്ന് പറയുന്ന സമയത്ത് 3 ഡിജിറ്റ് ആയി. 1000 എന്ന് പറയുന്ന സമയത്ത് എന്തായി, 4 എണ്ണമായി. 10000 എന്ന് പറയുന്ന സമയത്ത് എന്തായി, 5 ആയി. സോ യൂണിറ്റിയുടെ സ്പേസ്, 10ന്റെ പ്ലേസ്, 100ന്റെ പ്ലേസ്, 1000ന്റെ പ്ലേസ്, 10,000ന്റെ പ്ലേസ് എന്നാണ് ഒരു നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇപ്പൊ 9999 ആണ് എന്നുണ്ടെങ്കിൽ ഇത് 1ന്റെ പ്ലേസ് ആണ്, ഇത് 10ന്റെ പ്ലേസ് ആണ്, ഇത് 100ന്റെ പ്ലേസ് ആണ്, ഇത് 1000ന്റെ പ്ലേസ് ആണ്. അതുകൊണ്ടാണ് 9999 എന്ന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത്, അല്ലെ? 9999 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് 9900 ഇപ്പം 99 എന്ന് പറയുന്ന സമയത്ത് 1000ന്റെ പ്ലേസ്, 100ന്റെ പ്ലേസ്, 10ന്റെ പ്ലേസ്, 9ന്റെ പ്ലേസ് എന്നറിയാം. ഇനി ഇതിന് ഡെസിമൽ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 972 തന്നെയാണ് ഞാൻ എടുക്കുന്നത്. 972 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 900 പ്ലസ് 70 പ്ലസ് 2 എന്നാണ്. ഓക്കെ, സോ ഈ നമ്പർ തന്നെയാണ് എന്ത് 900 പ്ലസ് 70 പ്ലസ് 2, 900 പ്ലസ് 70 പ്ലസ് 2, ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് 922. ഇനി നമ്മൾ കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ പവേഴ്സ് പഠിക്കും, അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്പറിനെ വീണ്ടും നൊട്ടേറ്റ് ചെയ്യുന്ന രീതി മാറ്റും. 9 ഇൻറ്റു 100 പ്ലസ് 7 ഇൻറ്റു 10 പ്ലസ് 2 ഇൻറ്റു 1. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടല്ലോ, ഇതിന്റെ ബേസിൽ എന്ത് ചെയ്തു, നമ്മൾ ഈ നമ്പറിനെ റെപ്രസെന്റ് ചെയ്തു. ഇനി കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ നൊട്ടേഷൻ മാറ്റും. 9 ഇൻറ്റു 10⁻² പ്ലസ് 7 ഇൻറ്റു 10 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 972. നൊട്ടേഷൻ വീണ്ടും മാറി വന്നില്ലേ? എക്സാക്ട്ലി. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഡെസിമൽ സിസ്റ്റത്തിലെ ഓരോ നമ്പറിനെയും റെപ്രസെന്റ് ചെയ്യും. ആ ഒരു നമ്പർ എടുക്കുന്ന സമയത്ത് ഓരോ നമ്പറിനും ഓരോ പ്ലേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു നമ്പർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നുള്ളത്, കാരണം ആ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. വേണമെങ്കിൽ ഞാൻ ഒരു നമ്പറും കൂടെ എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്ത് കാണിക്കാം. ഫോർ എക്സാമ്പിൾ 869, ഇതിനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 800 പ്ലസ് 60 പ്ലസ് 9 എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് 8 ഇൻറ്റു 100 പ്ലസ് 6 ഇൻറ്റു 10 പ്ലസ് 9, ഇതാണ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഫൈനലായിട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 8 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 10 പ്ലസ് 9, ഇതാണ് എന്തെന്ന് പറയുന്നത് 869 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? 8 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 10 പ്ലസ് 9 എന്ന് നമ്മൾ എടുക്കും. ഓക്കെ, സോ അങ്ങനെ 869 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ജനറലി ഒരു നമ്പറിനെ, ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, റെപ്രസെന്റ് ചെയ്യാറുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ഇപ്പൊ നമ്മൾ പവറും സ്ക്വയർസും ഒക്കെ എടുക്കും എന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പം എന്താണ് സ്ക്വയർ, എന്താണ് പവർ, ഇത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം 4നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 4 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 ഇൻറ്റു 2 എന്ന് എനിക്ക് എഴുതാം അല്ലേ? ഇനി അതേപോലെ തന്നെ 8നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലെ? ഇനി എനിക്ക് 16നെ റെപ്രസെന്റ് ചെയ്യണമെങ്കിലോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു സോറി ഇത്രയും. ഓക്കെ, 4 2. ദെൻ 32 വരുന്ന സമയത്തോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 5 തവണ ഞാൻ എന്ത് ചെയ്യാം, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു ഇങ്ങനെ എഴുതി പോകണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റമാണ് പവർ എന്ന് പറയുന്നത്. അതായത് 4നെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇവിടെ ഇപ്പൊ എത്ര 2 വരുന്നുണ്ട്? 1 2 2 വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, 4നെ നമ്മൾ ഡിനോട്ട് ചെയ്യുക 2⁻² എന്ന് എഴുതും. അതായത് 2ന് മുകളിൽ ഒരു 2 ആഡ് ചെയ്യും. ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. 8 ആവുന്ന സമയത്ത് എങ്ങനെ വരും? 2 എത്ര 2 വരുന്നുണ്ട്? ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക, എത്ര 2 ആണ് വരുന്നത്? 8 ആവുന്ന സമയത്ത് എത്ര 2 വരുന്നുണ്ട്? 3 2 വരുന്നുണ്ട്. അപ്പൊ 2⁻³ എന്ന് വരും. 16 ആവുന്ന സമയത്ത് എത്ര 2 വരുന്നുണ്ട്? 2⁻4 വരുന്നുണ്ട്. 32 ആവുന്ന സമയത്ത് എത്ര നമ്പർ വരുന്നുണ്ട്? 2⁻5 വരുന്നുണ്ട്. ഓക്കെ, ആ നമ്പർ എത്ര തവണ നമ്മൾ, ഏത് നമ്പറാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതിൽ ഈ പറയുന്ന 2 എത്ര തവണ ഫാക്ടർ ആയിട്ട് പോകും, അത് അതിന്റെ പവർ ആയിട്ട് പോകും. അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ വേറൊരു നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഫോർ എക്സാമ്പിൾ 81. 81നെ 3ന്റെ പവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യണം. 3ന്റെ പവേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ 81നെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 81 ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എനിക്ക് എഴുതാം അല്ലെ? ദിസ് ഇസ് ഈക്വൽ ടു 81. അപ്പം 3⁻4 ദാറ്റ് ഇസ് ഈക്വൽ ടു 81 എന്ന് മനസ്സിലാക്കുക. 3⁻4 ഇസ് ഈക്വൽ ടു 81. ഓക്കെ, സിമ്പിൾ അല്ലേ? 3⁻4 ഇസ് ഈക്വൽ ടു, ഇതിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ 81നെ എനിക്ക് 9ന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഞാൻ റെപ്രസെന്റ് ചെയ്യാം? 81 എന്ന് പറയുന്നത് എന്താണ്? 9 ഇൻറ്റു 9. ഓക്കെ, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ നിങ്ങൾ തറവായിട്ട് പഠിക്കണം കേട്ടോ, തറവായിട്ട് പഠിക്കണം. കാരണം ഓരോന്നും നിങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, പറയാൻ പറ്റണം. ചോദിക്കുമ്പോൾ ആ സ്പോട്ടിൽ എന്ത് ചെയ്യണം, അത് ഉത്തരം എടുത്തിട്ട് ചെയ്യാൻ പറ്റണം. അത്രത്തോളം നിങ്ങൾ തറവായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, സോ 81 എന്ന് പറയുന്ന സമയത്ത് എന്താണ്? 9 ഇൻറ്റു 9. അപ്പൊ എന്താണ്? 9⁻2 പവർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ റെപ്രസെന്റ് ചെയ്തു. 81 ഇസ് ഈക്വൽ ടു 9
സ്ക്വയർ. ആ ഒരു സ്ക്വയറിന്റെ കൺസെപ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഓരോ കൺസെപ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ മുകളിൽ കിടക്കുന്ന നമ്പർ അത് 2 ആണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ എന്ന് പറയും. അതല്ല 2 കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് ജനറലി പവർ പറയാറുള്ളത് അതിന്റെ പവർ ആണെന്നാണ്. 3 ആണെങ്കിൽ നമ്മൾ അതിനെ ക്യൂബ് എന്നൊക്കെ പറയും. ബട്ട് എനിവേ നമ്മൾ പൊതുവെ പറയാറുള്ളത് 2 റേസ് ടു ദ പവർ ഓഫ് 3 എന്നാണ്. അപ്പൊ അതിനെ നമ്മൾ പവർ എന്നാണ് പറയാറുള്ളത്. ഇത് 2 റേസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റേസ് ടു ദ പവർ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 8 ആണ്. ദെൻ 2 റേസ് ടു ദ പവർ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 32 ആണ്. ദെൻ 2 റേസ് ടു ദ പവർ ഓഫ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. ഓക്കെ, ദെൻ 2 റേസ് ടു ദ പവർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? That's equal to 1024. Okay, then 2 raised to the power of 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 512. ഓക്കെ, അപ്പം ഇതിനെ വെച്ചിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. ഒരു ദിവസം, ഓക്കെ, ഒരു ദിവസം ഈ ഒരു ചോദ്യത്തിനുണ്ടായിരുന്നു. ഒരു ചോദ്യത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് പറയാണ്. ഒരു കുളം, ഒരു എൻറ്റിയർ കുളം ഉണ്ട്. ഈ എൻറ്റിയർ കുളം നിറയാൻ വേണ്ടിയിട്ട് ഓക്കെ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. അതിൻ്റെ അകത്ത് അവർ തന്നിട്ടുള്ള ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ദിവസം എടുത്തു. അതായത് ഒരു കുളത്തിൽ എന്തുണ്ട്, നിറച്ച പായലുകളുണ്ട്. ഒരു കുളം നിറയെ എന്താണ്, പായൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 9 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുളത്തിന്റെ പകുതി എന്ത് ചെയ്തു, പായൽ നിറഞ്ഞു. ഓക്കെ, ഓരോ ദിവസവും ഈ പായലിന്റെ ഗ്രോത്ത് ഇരട്ടിയായിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോ എന്താ പറയുന്നത്, 10 പായലുണ്ടെങ്കിൽ നാളത്തേക്ക് അത് 20 പായലായിട്ട് മാറും. ആ 20 പായൽ അടുത്ത ദിവസം എന്ത് ചെയ്യും, 40 ആയിട്ട് മാറും. ഇങ്ങനെ 9 ദിവസം എടുത്തിട്ടാണ് ഈ പായൽ ഈ കുളത്തിന്റെ പകുതി നിറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ഈ പായൽ കംപ്ലീറ്റ് ആയിട്ട് നിറയാൻ വേണ്ടിയിട്ട്, ഈ കുളം മുഴുവൻ നിറയാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, ഉത്തരം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, പായല് ഓരോ ദിവസം ഇരട്ടിയായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9 ദിവസം കൊണ്ട് കുളത്തിന്റെ പകുതി എന്ത് ചെയ്തു, പായൽ നിറഞ്ഞു. ഓക്കെ, കുളത്തിന്റെ പകുതി എന്ത് ചെയ്തു, പായൽ നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടായിരിക്കും ഈ കുളം മുഴുവൻ പായല് ഗ്രോ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. എത്ര ദിവസം കൊണ്ടായിരിക്കും? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് അത്. അപ്പൊ ഈ കുളത്തിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 1024 ആണെന്നുള്ളത് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ 1024ന്റെ പകുതി എത്രയാണ്? 512. ഓക്കെ, 1024ന്റെ പകുതി 512. അപ്പം സേ ഫോർ എക്സാമ്പിൾ 1024 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ കുളത്തിന്റെ ഒരു ഏരിയ. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 512 സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് 9 ദിവസം കൊണ്ട് എന്ത് ചെയ്തു, 512 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ത് ചെയ്തു, ആ കുളത്തിന്റെ ഏരിയ ഈ പറയുന്ന പായൽ കവർ ചെയ്തു. ഓക്കെ, ഓരോ ദിവസം ഇരട്ടിയാവുന്നാണ് പറഞ്ഞത്. അപ്പം 512 എന്ന് പറയുന്ന സമയത്ത് 9 ദിവസം കൊണ്ട്. അപ്പൊ അതേ നോട്ടേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് അല്ലെ. 2 റേസ് ടു 9 2 റേസ് ടു 9 ഈക്വൽ ടു 512 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇരട്ടിയാവും. അതായത് ആദ്യത്തെ ദിവസം എന്തായിരുന്നു, 2 ആയിരുന്നു. പിന്നെ ഇരട്ടിയായി 4 ആയി, 8 ആയി, 16 ആയി, 32 ആയി, 64 ആയി, 128 ആയി. അത് പിന്നെ എന്ത് ചെയ്തു, 256 ആയി, 512 ആയി. ഇപ്പൊ എത്രയും 2 റേസ് ടു 9 ഈക്വൽ ടു 512. ഇനി ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ ഇൻറ്റു 2 1024. അപ്പൊ 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10ാമത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം എന്ത് ചെയ്യും, കുളം മുഴുവൻ പായലാവും. 2 റേസ് ടു 10 ഇസ് ഈക്വൽ ടു 1024. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതിന്റെ പവർ എത്രയാണെന്ന് നോക്കിയാൽ മതി. 9 ദിവസം കൊണ്ട് 512 ആയിട്ടുണ്ട്. 10ാമത്തെ ദിവസം 1024 ആകും. കാരണം 2 റേസ് ടു 10 is equal to 1024. സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഈ പവറിന് വരുന്നുണ്ട്. ആ ഒരു ചോദ്യം വരുന്ന സമയത്ത് മാത്രമേ അത് എത്രത്തോളം കോംപ്ലക്സ് ആയിട്ട് മാറും എന്നത് നമുക്ക് പറയാൻ പറ്റും. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ നമ്പേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു നമ്പർ ഓഡ് ആൻഡ് ഈവൻ നമ്പേഴ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് ഈ രീതിയിലായിരുന്നു. അതായത് 8നെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിരുന്നു, 2n. അതായത് ജനറലി ഒരു ഈവൻ നമ്പറിനെ നമ്മൾ 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നമ്പറിനെ ഡിനോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഓക്കെ, ഒരു ഈവൻ നമ്പറിനെ 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. എന്നാൽ അതേപോലെ തന്നെ ഒരു നമ്പറിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫറെന്റ് ഫാക്ടേഴ്സ് വരുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ 18. ഓക്കെ, 18ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം 18ന്റെ ഫാക്ടേഴ്സിനെ 2ന്റെയും 3ന്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് 18ല്
3 × 2 എന്ന് എനിക്ക് 18 എഴുതാം അല്ലെ? അതായത് ഇതിനെ ഫാക്ടോറിയൽ ചെയ്യുന്നുണ്ട്, അതിനെ ഫാക്ടറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 18 നമ്മൾ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യാറ്? 18 ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈവൻ നമ്പർ ആണ്, അപ്പൊ 2 എത്ര തവണ പോകും നോക്കും? 9. ഇനി 2 പോകില്ല, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? 3 എത്ര തവണ പോകും നോക്കും? 3 തവണ പോകും. ഓക്കെ, സോ ഇതെന്തായി? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രൈം നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കാരണം ഈ 2-നും 3-നും ഒന്നും യൂണിറ്റിയും ആ നമ്പറും അല്ലാതെ വേറൊരു നമ്പർ അതിന്റെ ഫാക്ടറായിട്ട് വരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ 18-നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 18 is equal to 2 × 3 × 3, this is equal to 18. ഓക്കെ, അപ്പൊ ഇതിന്റെ നമ്പർ നമ്മൾ ഒരു പവർ റെപ്രസെന്റേഷനിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കൊടുക്കാം? 2 × 3² എന്ന് കൊടുക്കാം. ഓക്കെ, ആ ഒരു റെപ്രസെന്റേഷനിൽ നമുക്ക് ഇതിനെ കൊടുക്കാവുന്നതാണ്. ഇനി സേ ഫോർ എക്സാമ്പിൾ ഞാൻ 81 എടുക്കുകയാണ്. 81 എടുക്കുന്ന സമയത്ത് 81 എന്ന് പറയുന്നത് 3 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അതായത് 81-നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ ഓരോ നമ്പേഴ്സിനെ കൊണ്ട് നമുക്ക് 81-നെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 81-നെ എനിക്ക് 3n എന്ന് റെപ്രസെന്റ് ചെയ്യാം, 9n എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 3 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 9 ആണ് ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 9 × 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 81. ഈ n-ന്റെ വാല്യൂ എന്താണ്? 9 ആണ്. 9 × 9 81 ആണ്. അപ്പം 81-നെ എനിക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 9-ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് 9n എന്ന് എനിക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഇനി ഞാൻ 3 കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. ഓക്കെ, 81 is equal to 3n. അപ്പൊ ഈ n-ന്റെ വാല്യൂ എന്തായിരിക്കും? 27 ആയിരിക്കും. ഓക്കെ, 81 is equal to 3 × 27 ആണ്. സോ ഇങ്ങനെ എന്ത് ചെയ്യണം? ഓരോ നമ്പേഴ്സിനെയും നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു നമ്പർ ഇപ്പൊ ഇവിടെ സേ ഫോർ എക്സാമ്പിൾ ഈ 8 എന്ന് പറയുന്ന നമ്പറിന് എന്ത് ചെയ്യുന്നുണ്ട്? 8 എന്ന് പറയുന്ന നമ്പറിന് 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം 8 is equal to ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഇൻറ്റു ഏതോ ഒരു നമ്പർ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 8 കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം, അത് അതിന്റെ ഫാക്ടർ ആണെങ്കിൽ എന്ന് മനസ്സിലാക്കുക. കാരണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ കൺസെപ്റ്റുകൾ എടുക്കുന്നതായിരിക്കും. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓഡ് മാസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസിലേക്ക്, അതായത് ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ പറയുന്നത്. ഒന്നാമത്തത് ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോബ്ലം നിങ്ങൾക്ക് തരികയാണ്. 3 + 5 - 2 × 2 - 6 / 3. ഇത് നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓപ്പറേഷൻ ആയിരിക്കും നിങ്ങൾ ആദ്യം നടത്തുക? ഓക്കെ, ഇതിൽ ഏത് ഓപ്പറേഷൻ ആയിരിക്കും നിങ്ങൾ ആദ്യം നടത്തുക? അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഇവിടെ 2 / 6 എന്ന് ചെയ്യോ? 2 / 6 എന്ന് ചെയ്യോ? അതല്ലെങ്കിൽ 6 / 3 ചെയ്തിട്ട് അതിനെ 2 എന്ന് മൈനസ് ചെയ്യോ? സോറി, 2 - 6 ആദ്യം ചെയ്യോ, എന്നിട്ട് / 3 കൊടുക്കൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു പ്രോബ്ലം നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം. 2 - 6 / 3. ഇതിൽ ഞാൻ ആദ്യം 2 ന്ന് 6 മൈനസ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? -4 കിട്ടും. ഓക്കെ, നമ്മുടെ ഇൻഡിജേഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. 2-ൽ നിന്ന് -6 കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 കുറച്ച് കഴിഞ്ഞാൽ -4 കിട്ടും. 4 / 3 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 1.333 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റെൻഡ് ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ കിട്ടുക? -1.333 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും കിട്ടുക. എന്നാൽ വീണ്ടും ഞാൻ നോക്കുകയാണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ ഞാൻ ആദ്യം ഡിവിഷൻ ആണ് ചെയ്യുന്നത്. 2 - 6 / 3 എന്നാണ് ചെയ്യുന്നത്. അപ്പം 6 / 3 എന്ന് പറയുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പൊ എന്തായിരിക്കും? 2 - 2 = 0. എനിക്ക് കിട്ടുന്ന 2 ഉത്തരം ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർ ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആദ്യം ചെയ്യണം എന്നറിയണം. ഓക്കെ, സോ ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് ഫസ്റ്റ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ളിലുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ അതിനുള്ളിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആദ്യം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യും, പിന്നെ അഡീഷൻ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? സബ്സ്ട്രാക്ഷൻ ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ആദ്യം എന്ത് ചെയ്യും? ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും നമ്പറിനെ ഡിവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യും. പിന്നെ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ആയിരിക്കും അഡീഷനും സബ്സ്ട്രാക്ഷനും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോബ്ലം ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ചെയ്യും. 3 + 5 എന്ന് പറയുന്ന സമയത്ത് 8 ആണ്. 8 - 2 എന്ന് പറയുന്ന സമയത്ത് 6 ആണ്. ഓക്കെ, സോ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് മൊത്തം എനിക്ക് എന്തായി? 6 എന്ന് കിട്ടി. ഇനി എന്താണുള്ളത്? 6 × 2 - 6 / 3.
ഇനി അടുത്ത ഓപ്പറേഷൻ ഏത് ആദ്യം ചെയ്യണം? ആദ്യം ബ്രാക്കറ്റ് ചെയ്തു, പിന്നെ ഏത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. ഓക്കെ, അതാണ് ഈ ബോർഡ് മാസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബി, പിന്നെ ഡി, പിന്നെ എം, പിന്നെ എ, പിന്നെ എസ്. ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ ആൻഡ് ഫൈനലി സബ്സ്ട്രാക്ഷൻ. സോ ആദ്യം എന്ത് ചെയ്തു? 6 ഇൻറ്റു 2 മൈനസ് 6 ഡിവൈഡഡ് ബൈ 3. ഇനി ഡിവിഷൻ ആദ്യം ചെയ്യണം. 6 ഡിവൈഡഡ് ബൈ 3, അതെന്താണ്? നേരത്തെ ചെയ്ത പോലെ 2. ഇപ്പൊ എന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറി? 6 ഇൻറ്റു 2 മൈനസ് 2. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ഇവിടുന്ന് എനിക്ക് തെറ്റിപ്പോവാം. ഇവിടുന്ന് ഞാൻ ആദ്യം പോയിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ 6 ഇൻറ്റു 2 മൈനസ് 2, 2 മൈനസ് 2 എന്ന് പറയുന്ന സമയത്ത് എന്താ കിട്ടുക? 0. അപ്പം 6 ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉത്തരം വീണ്ടും തെറ്റാം. അപ്പൊ അവിടെ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്റെ ഉത്തരം എന്താണ്? 6 ഇൻറ്റു 2 മൈനസ് 2 എന്നാണ്. ഇവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുമ്പോൾ 6 ഇൻറ്റു 2 12 മൈനസ് 2. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അഡീഷൻ. അഡീഷൻ ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഏത് ചെയ്യണം? സബ്സ്ട്രാക്ഷൻ ചെയ്യണം. 12ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് വരിക? 10 വരിക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഉത്തരം. അപ്പം പ്രോപ്പർ ആയിട്ട് ഏത് ഓപ്പറേഷൻ ആദ്യം ചെയ്യണം എന്നറിയില്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് തെറ്റ് പറ്റാം എന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്, പക്ഷെ ഇതേപോലത്തെ ഓരോ കൺസെപ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഉത്തരം തെറ്റിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് എങ്ങനെയാണെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. അതേപോലെ തന്നെ ഓരോ സിമ്പിൾ കൺസെപ്റ്റും എങ്ങനെയൊക്കെ നമുക്ക് അപ്ലിക്കേഷൻ ലെവലിൽ വരും എന്നതും കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം? ചെയ്തു വരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസർ തെറ്റിയിട്ടുണ്ടാവും. നിങ്ങളുടെ സൗകര്യത്തിന് എന്ത് ചെയ്യരുത്? ഓരോന്ന് എടുത്തിട്ട് ഓരോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ദെൻ ഡെസിമൽ സിസ്റ്റവും അതിന്റെ എക്സ്പാൻഷനും. ഓക്കെ, സോ നമുക്ക് ഇനി വരുന്നത് ഡെസിമൽ സിസ്റ്റവും അതിന്റെ എക്സ്പാൻഷനും, റിമൈൻഡേഴ്സ് വരുന്നുണ്ട്, യൂണിറ്റ് ഡിജിറ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്. സോ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു സെഷനിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും കൺസെപ്റ്റുകൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ കമന്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും അത് നിങ്ങൾക്ക് ഇപ്പം വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അത് എടുക്കുന്നതായിരിക്കും. ആ കൺസെപ്റ്റ് ക്ലിയർ ആവുന്നവരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നതായിരിക്കും. ബട്ട് ഡെഫിനറ്റ് ആയിട്ടും ഇത്രയും നേരം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഏരിയ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യാം? ക്ലാസ് ഒന്നുകൂടെ വീണ്ടും കണ്ടിട്ട് ഓരോ കൺസെപ്റ്റും പ്രോപ്പർ ആയിട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. അതിന്റെ നൊട്ടേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ അപ്ലിക്കേഷൻസ്